ഡൽഹിയിൽ എൻ.ഐ.എ റാണയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമ്പൂർണ്ണമായും റാണ ഇതുമായി സഹകരിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ എൻ.ഐ.എ വ്യക്തമാക്കുന്നത്. സർ, ഭീകരന്മാരുടെ ശൃംഖല നമ്മുടെ ഇന്ത്യയിൽ എത്രത്തോളം വ്യാപിച്ചിരിക്കുന്നു? അതിൻ്റെ വ്യാപ്തി എത്രത്തോളമുണ്ട്? സാർ, ഈ ഒരു കാര്യത്തെ എങ്ങനെയാണ് സാർ നോക്കിക്കാണുന്നത്? അല്ല, അതിനു വേണ്ടി തന്നെയാണ് ഈ റാണയെ ചോദ്യം ചെയ്യാൻ ഇപ്പം ഇന്ത്യ നിർബന്ധം പിടിച്ചതും അല്ലെ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നത്. അപ്പം 17 കൊല്ലം മുമ്പ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു വലിയ സ്ഫോടനം, അത് ലോകം ചർച്ച ചെയ്ത സ്ഫോടനം, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ നാണക്കേട് ഉണ്ടാക്കിയ സ്ഫോടനം, വളരെ വലിയ സാധാരണക്കാരായിട്ടുള്ള 10-200ഓളം പേരും അല്ലെങ്കിൽ 500 പേര് ഇഞ്ചേർഡ് ആയിട്ടുള്ള മരിച്ചതും 500ഓളം പേര് ഇഞ്ചേർഡ് ആയിട്ടുള്ളതായിട്ടുള്ള ഒരു സ്ഫോടനമാണ്. അപ്പൊ അത് ഒരാളെ മാത്രം, ഒരു കസബിനെ മാത്രം തൂക്കിക്കൊന്നു, അവനെ ഒരു ദിവസം അന്നത്തെ കാലത്ത് അവനെ തൂക്കിക്കൊല്ലുന്നിടം വരെ വിചാരണ നടത്തിയിരുന്ന അവന്റെ ചെലവ് മാത്രം 2-3 കോടി രൂപ ഡെയിലി വരുമായിരുന്നു. അവനെ അന്നേ വെടിവെച്ച് കാര്യങ്ങൾ തിരക്കിട്ട് വെടിവെച്ച് വന്നാൽ മതി. അവനെന്താ പറയാൻ? അപ്പൊ ഞങ്ങളുടെ തോക്കും തന്നു വിട്ടു, എന്റെ പെങ്ങളെ കെട്ടിക്കാൻ മാർഗമില്ല, എന്റെ വീട്ടിൽ മാർഗമില്ല, അതെല്ലാം നടത്തിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിന് ഇറങ്ങി തിരിച്ചാണെന്നാണ് അവന്റെ ഏറ്റവും അവസാനത്തെ മൊഴി. അവൻ ഇതിനെപ്പറ്റി ഒരു ഉള്ള അല്ല, അവനൊരു ടൂള് മാത്രമാണ്. അപ്പൊ അങ്ങനത്തുള്ള കുറെ പേരെ കൊന്നു, വേറെ ആരെയും കിട്ടിയിട്ടുമില്ല. അവസാനം വെളിയില് വേറെ രാജ്യാന്തര കുറ്റങ്ങൾ ചെയ്തുകൊണ്ടിരുന്നവന്മാരെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഈ റാണയും ഒരുപക്ഷെ അല്ലെങ്കിൽ ഹെഡ്ലിയും ഒക്കെ ഇതിന്റെ ഭാഗമായിരുന്നു എന്ന് കണ്ട് അവർ പിന്നെ ഈ സമ്മതിച്ചു കൊടുക്കുകയും ചോദ്യം ചെയ്യൽ ഈ ആക്രമണങ്ങൾക്ക് അതെല്ലാം ഞങ്ങൾക്ക് പങ്കുണ്ട്, അല്ലെങ്കിൽ ലോകത്ത് നടന്ന ആക്രമണത്തിന്റെ കൂടെ ബോംബെ ഭീകരാക്രമണം, ഇന്ത്യ വലിയ രാജ്യമാണ്, ഇന്ത്യയിൽ നടത്തിയതിനകത്ത് ഞങ്ങൾക്ക് പങ്കുണ്ട്. ഒരുപക്ഷെ അത് പറഞ്ഞതിനകത്ത് അവന്മാര് വലിയ ഭീകരവാദികളാണെന്ന് ലോകം ധരിച്ചോട്ടെ എന്നുള്ളതും അതിന്റെ അകത്തുണ്ടാവും. അതൊക്കെയാണല്ലോ ഭീകരവാദികളുടെ ഒരു മാനസികാവസ്ഥയും, അല്ലെങ്കിൽ അവരെങ്ങനെയൊക്കെയാണോ അത് ചെയ്യാറുള്ളത്. അപ്പൊ നമ്മൾക്കറിയേണ്ടത് റാണയെ അന്ന് സഹായിച്ചതും റാണ ഉണ്ടാക്കിയ ശൃംഖലയ്ക്കും ഇപ്പോഴും എത്രത്തോളം വലിപ്പം ഉണ്ടെന്നുള്ളതാണ്. റാണയെ സഹായിച്ചത് ആര്? അതിനകത്ത് രാഷ്ട്രീയക്കാരുണ്ട്, വളരെ കൃത്യമായിട്ട്. യു പി എ സർക്കാരെ ഭരിച്ചുകൊണ്ട് ഇവിടെ കേരളത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിദേശകാര്യ വകുപ്പിന്റെ ചുമതലയുള്ള ഒരു കേന്ദ്രമന്ത്രി, അദ്ദേഹം ഇപ്പൊ മരിച്ചു, സഹമന്ത്രി, അദ്ദേഹം ജീവനോടെ ഇല്ല. മറ്റേ കേരളത്തിലെ പ്രമുഖമായ ഒരു മന്ത്രി, അദ്ദേഹത്തിന് പേര് വരുന്നുണ്ട്, അത് മലപ്പുറം അല്ലെങ്കിൽ ആ ഭാഗം കേന്ദ്രീകരിച്ചാണ്. അപ്പൊ ആൾക്കാർക്കൊക്കെ അറിയത് ആരൊക്കെയാണ്. ഇപ്പോഴും ഇതിന്റെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയണം. പരിശോധിക്കുമ്പോൾ ഇന്ത്യയിലുടനീളം ഭീകരാക്രമണം നടത്തുന്നതിന് വേണ്ടി കേരളത്തിൽ വെച്ച് ഇതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പ്രാപ്തമായിട്ടുള്ള സ്ഥലമാണെന്നാണ് ഇപ്പോൾ എൻ.ഐ.എക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും മാപ്പുസാക്ഷി ആക്കി, ഈ മുംബൈ ഭീകരാക്രമണ കേസിനകത്ത് മാപ്പുസാക്ഷിയാക്കി ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി വെളിയിൽ ഇപ്പൊ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന പ്രവാസിയും മലയാളിയാണ്. അയാൾക്ക് ഈ ഹെഡ്ലിയുമായിട്ടും ഈ പറയുന്ന റാണയുമായിട്ടും ഒക്കെ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് അയാളെ കൂടെ ഇരുത്തി ചോദ്യം ചെയ്യാൻ സാധിക്കുന്നത്. അയാളെ മാപ്പുസാക്ഷി ആക്കാമെന്ന് പറയുന്നത് കൊണ്ട് പല കാര്യങ്ങളും വെളിച്ചത്ത് വരാൻ സാധ്യതയുണ്ട്. അയാൾക്കറിയാം കേരളത്തിൽ ആരൊക്കെയാണ് ഇതിന്റെ നേതാക്കന്മാരെന്ന്. കേരളത്തിലെ പ്രമുഖ നേതാക്കന്മാർ ഒരുപക്ഷെ ഇന്ത്യയിലെ യു പി എ സർക്കാരിനെ വളരെ കൃത്യമായിട്ട് സഹായിക്കാൻ പ്രാപ്തമാകുന്ന ആൾക്കാർ അന്ന് ഈ പറയുന്ന റാണയ്ക്ക് വേണ്ടി കേന്ദ്രമന്ത്രിമാരെയും അല്ലെ കേന്ദ്രമന്ത്രിസഭയും ശുപാർശ ചെയ്തു എന്ന് വരെ ഉള്ള, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെളിവുകൾ വരെ കിട്ടിയിരിക്കുന്നു എൻ.ഐ.എക്ക് എന്നാണ് പറയുന്നത്. ഒന്നും വെളിയിൽ വരുന്നില്ലെങ്കിലും സൂചനകൾ വളരെ കൃത്യമാണ്. അപ്പം ഇവിടെ ഈ ദക്ഷിണേന്ത്യയിൽ ഒരുപക്ഷെ തമിഴ്നാട്ടിലും കേരളത്തിലും ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളും വിഘടനവാദം അല്ലെങ്കിൽ ഭീകരവാദം വ്യാപിപ്പിക്കുന്നതിന് പാകിസ്ഥാൻ ഏൽപ്പിച്ചിരുന്ന വലിയ പ്രമുഖരായിട്ടുള്ള ഏറ്റവും വലിപ്പത്തിലുള്ള 2 ഭീകരരുണ്ട്. അവരുടെ പേര്, അവരുടെ പേരെന്ന് പറഞ്ഞാൽ ഒന്ന് വാലി, ഒന്ന് ഈ പറയുന്ന ഭാഷ. ഇവരുടെ ഡീറ്റെയിൽസ് എൻ.ഐ.യുടെ കയ്യിലുണ്ട്. ഈ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ ഒരാളുടെ ഈ പറയുന്ന ഒരാളുടെ പേരെന്ന് പറഞ്ഞാൽ റഷീദ് അബ്ദുള്ള, ഒരാളുടെ പേര് അബ്ദുൾ റഹ്മാൻ. അപ്പം ഈ പറയുന്ന ആൾക്കാരുടെ പേര് ഉണ്ട്. നമ്മളുടെ അജ്ഞാതന്മാർ മുംബൈ ഭീകരാക്രമണ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പാകിസ്ഥാനിൽ പോയി ഒളിച്ചിരിക്കുന്ന പലരെയും കൊന്നു തള്ളുമ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുമ്പോൾ ഈ പറയുന്ന 2 പേരെ ഇതുവരെ അവർക്ക് അജ്ഞാതന്മാർക്ക് കണ്ടെത്താൻ സാധിക്കാത്ത ഒരവസ്ഥയുണ്ട്. അവർ പക്ഷെ പാകിസ്ഥാനിലുണ്ട്. ഞാനീ പറഞ്ഞത് ഇവരുടെ വലിപ്പം വലുതാണ്. കാരണം ഇവരെ അജ്ഞാതന്മാർക്ക് അവരുടെ പഴയ ഫോട്ടോ വെച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ആ ഫോട്ടോയിലോ ആ വേഷത്തിലോ ഒന്നും ആയിരിക്കത്തില്ല അവർ നടക്കുന്നത്. ഒരുപക്ഷെ പ്ലാസ്റ്റിക് സർജറി ഉൾപ്പെടെ, പണ്ട് ദാവൂദിന്റെ കാര്യം പറഞ്ഞ പ്ലാസ്റ്റിക് സർജറി ഉൾപ്പെടെ ഉള്ളത് നടത്തിയിട്ടായിരിക്കും അവർ നടക്കുന്നത്. അപ്പം അവരിപ്പോഴും 1999 തൊട്ട് അൽ-ഖ്വയ്ദയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് നമുക്കറിയാം. E.K. നയനാരെ കൊല്ലുന്നതിന് വേണ്ടി ശ്രമിച്ചതാണ്. ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ആ കേസ് പോലും ഇവിടെ വളരെ നിസ്സാരമായിട്ടാണ് തള്ളിക്കളഞ്ഞത്. നമ്മുടെ തീകത്തിക്കൽ കേസുമായിട്ട് തടിയന്റെ നസീറിനെ അറസ്റ്റ് ചെയ്ത് എവിടുന്ന, ബംഗ്ലാദേശിൽ നിന്നല്ലേ അന്ന് അറസ്റ്റ് ചെയ്ത്. അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഭീകരൻ ഉണ്ടായിരുന്നില്ല, അവനെ ഇതുവരെ കിട്ടിയില്ല. അവൻ ഇപ്പോഴും പാകിസ്ഥാനിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അവന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ അന്ന് തൊട്ടേ ഇവിടെ ഈ സാന്നിധ്യമുണ്ട് കേരളത്തിൽ.
അതിനുശേഷം 2008 ബോംബെ ഭീകരാക്രമണ കേസ്, ഇപ്പൊ ഈ പറയുന്ന പോലെ ആ കേസിന്റെ കാര്യം ആലോചിക്കാൻ ഇവിടെ റാണ വന്നു 1 മാസം മുമ്പ്. ആ കേസിന്റെ ആ കാര്യം ആലോചിക്കാനൊന്നുമല്ല. ആ റാണ ആ കേസൊക്കെ വളരെ 1 മാസം കഴിഞ്ഞ് സെറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവിടെയും കൂടെ ഭീകര ആക്രമണം നടത്തുന്നതിന് വേണ്ടിയാന്നൊക്കെ ഓരോരുത്തർ പറയുന്നത്. ഇവിടെയും കൂടെ ഭീകരാക്രമണം നടത്തുന്നതിന് വേണ്ടി സാധിക്കത്തില്ല. 1 മാസം മുമ്പ് ബോംബെയിൽ ഒരു ഭീകരാക്രമണം നടത്തിയിട്ട് 1 മാസം അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ, അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞോ 2 മാസം കഴിഞ്ഞോ മറ്റൊരു സ്ഥലത്ത് ഭീകരാക്രമണം ഈ പറയുന്ന ആൾക്കാരെ കൊണ്ട് നടത്താൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല ഒരു രാജ്യത്ത്. ആണ് അതിന്റെ പുറകിലത്തെ അന്വേഷണവും അതിന്റെ പുറകിലത്തുള്ള കാര്യങ്ങളും പിന്നെ അലേർട്ടായിട്ട് നിൽക്കുന്ന രാജ്യവുമായിരിക്കും. എത്ര മോശമാണെന്ന് കണ്ടാലും അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പം അങ്ങനെ വരും. അപ്പൊ അതിനു വേണ്ടിയല്ല, ഇവർക്ക് ബോംബെ ഭീകരാക്രമണം നടത്താൻ പറ്റുമെന്ന് അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. അതിനുള്ള സംവിധാനങ്ങൾ എല്ലാവരും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ റാണ അല്ലെങ്കിൽ ഹെഡ്ലി പലവട്ടം ഇവിടെ വരുമ്പോൾ, കേരളത്തിൽ ഇതിനെ സ്വസ്ഥമായിട്ടിരുന്ന് സംസാരിക്കും. കേരളത്തിൽ നിന്ന് റിക്രൂട്ടിങ്ങിന് വേണ്ടി താജ് ഹോട്ടൽ തെരഞ്ഞെടുക്കുമ്പോൾ, അല്ലെങ്കിൽ കേരളത്തിൽ ഇരുന്ന് കേരളക്കാരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ, ഏറ്റവും അവസാനം ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ദുബൈ ബേസ്ഡ് അല്ലെങ്കിൽ പ്രവാസി പോലും മലയാളി ആയിരിക്കുമ്പോൾ, കേരളം ഇതിന്റെ വലിയൊരു ഹബ്ബാണ്. എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിൽ നടക്കുന്നു. അപ്പൊ അതിന്റെ ആഴം അന്ന് ഹെഡ്ലി തുടങ്ങി വെച്ച, അല്ലെങ്കിൽ ഹെഡ്ലിക്ക് അറിയാവുന്ന കഥകൾ, ആരൊക്കെയാണ് അയാളെ സഹായിച്ചത്, അയാൾ ആരൊക്കെയാണ് റിക്രൂട്ട് ചെയ്തിട്ടുള്ളത്, ആരൊക്കെയാണ് ഇപ്പോഴും ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടെങ്കിൽ ഇവിടെ നിൽക്കുന്നത്, ഇതിന്റെ ആഴം ഇപ്പോഴും എത്രത്തോളം ഇവിടെ ഉണ്ട്. ലഷ്കർ തോയ്ബയുടെ കാര്യം അന്ന് പറഞ്ഞു. പക്ഷെ ലഷ്കർ തോയ്ബ എന്ന് പറയുന്നതിന്റെ ആളായിട്ട് ഇവർ വരുമ്പം ഇപ്പൊ ലഷ്കർ തോയ്ബയൊക്കെ ഏതൊക്കെ മുഖത്തിലാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇതിന്റെ ആഴം എത്രത്തോളം വലിപ്പത്തിൽ ഉണ്ട് എന്നറിയുന്നതിന് നിസ്സാരമായിട്ട് നമ്മൾ ഇവിടുത്തെ ഭീകരവാദികൾക്കെതിരെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ചെയ്യുന്നത് ശരിയല്ലെന്ന് കണ്ട് ഒരു പോസ്റ്റ് ഇട്ടാൽ മതി, അതിന്റെ കീഴിൽ വന്ന് പറയുന്ന ചീത്ത അത് കേരളത്തിനകത്തു നിന്നും ഈ നമ്മുടെ ഇന്ത്യയുടെ പല, പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിൽ നിന്നും, ഇതിന്റെ എല്ലാം പേര് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഈ ID തിരക്കി ചെല്ലുമ്പോൾ ID എല്ലാം വ്യാജമാണെന്ന് മനസ്സിലാവും. അപ്പം ഇവിടെ ഈ പറയുന്നത് പോലെ കേരളം എന്ന് പറയുന്ന മതേതരത്വം ഏറ്റവും കൂടുതൽ ഉണ്ട് എന്ന് പറയുന്ന, സമാധാനം ഏറ്റവും ഉണ്ട് എന്ന് പറയുന്ന ഈ കേരളത്തിൽ ഈ പറയുന്ന മതേതരത്വത്തിന്റെ ഉണ്ടെന്ന് പറയുന്ന മതേതരത്വവും അല്ലെങ്കിൽ സമാധാന അന്തരീക്ഷവും ഒക്കെ വളരെ കൃത്യമായിട്ട് മുതലെടുത്ത് കേരളത്തിൽ ഒരു ഭീകരന്റെ ഹബ്ബായിട്ട് വളർത്തിയെടുത്തിട്ടുണ്ട്. അതിന്റെ ശൃംഖലയുടെ വലിപ്പം അറിയുന്നതിന്, ആ ശൃംഖല പണ്ട് ഹെഡ്ലി ഇരുന്നപ്പോൾ സ്ഥാപിച്ചത് ആരിലൂടെയാണ്, അവരൊക്കെ ഇപ്പൊ ഏതൊക്കെ മുഖത്തിലൂടെയാണ് ഇന്ത്യയിലുടനീളം നിൽക്കുന്നത്, അതിനകത്ത് എത്ര രാഷ്ട്രീയക്കാരുണ്ട്, അതിനകത്ത് എത്ര പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഉന്നത തലങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിനും അതിന്റെ വലിപ്പം ഒരു പരിധി വരെ മനസ്സിലായിട്ടുണ്ട് എന്നുമാണ് നമുക്ക് മനസ്സിലായത്. 2008 നമ്മൾ മനസ്സിലാക്കേണ്ടത്, 2008 ഈ സ്ഫോടനം നടക്കുന്നതിന് 1 മാസം മുമ്പാണ് കാശ്മീരിൽ പോലീസുകാർ വെടിവെച്ചു കൊന്ന, അല്ലെങ്കിൽ പട്ടാളക്കാർ വെടിവെച്ചു കൊന്ന നമ്മൾക്കറിയാവുന്ന 4 മലപ്പുറംകാർ ലോകം ഞെട്ടിയ സംഭവമാണ്. ഇന്ത്യയിലുടനീളം ഞെട്ടിയ സംഭവമാണ്. അതായത് അവരുടെ പേര് ഞാൻ പറയാം: അബ്ദുൾ റഹീം, മുഹമ്മദ് ഫായ്, മുഹമ്മദ് യാസിൽ, മുഹമ്മദ് ഖയാൽ. ഈ 4 പേര് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ളതാണ്. അവന്റെ ശവം കൊണ്ട് ചെന്നപ്പോഴാണ് അന്ന് ഉമ്മ പറഞ്ഞത്, ഇന്ത്യക്കെതിരെ ഒരാളുടെ ഉമ്മ പറഞ്ഞത്, ഇവന്റെ ശവം നമുക്ക് വേണ്ട, എന്റെ ഇന്ത്യക്കെതിരെ നിൽക്കുന്ന എന്റെ മകനായാലും അവന്റെ ശവശരീരവും അല്ലെങ്കിൽ അതും ഒന്നും എനിക്ക് വേണ്ട, ഇവിടെ അടക്കാൻ സാധ്യമല്ലെന്ന് പറഞ്ഞ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുസ്ലിങ്ങളുള്ള, അല്ലെ ഇന്ത്യയെ സ്നേഹിക്കുന്ന മുസ്ലിങ്ങളുള്ള നാട് തന്നെയാണ്. പക്ഷേ അതിനപ്പുറം അവരെ ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്നതിന് പ്രാപ്തമായിട്ടുള്ള ശൃംഖലകൾ കേരളത്തിലുണ്ട്, ഇന്ത്യയിലുടനീളമുണ്ട്. അതിന്റെ വലിപ്പം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ പറയുന്നത് പോലെ അന്വേഷണം നടത്തുന്നത്. അല്ലാതെ 17 കൊല്ലം മുമ്പ് 10 പേരെ പറഞ്ഞു വിട്ട് മുക്കാലും ഉള്ളവർ മരിക്കുകയും ഒരാളെ നമ്മൾ തൂക്കിക്കൊല്ലുകയും ചെയ്ത പ്രതികൾ എന്ന് വിചാരിക്കുന്ന ആൾക്കാരല്ല ബോംബെ ഭീകരാക്രമണത്തിൽ നടത്തിയത്, അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്തത്. അതിനകത്ത് കേരളത്തിൽ നിന്നുണ്ട്, ഇന്ത്യയിൽ നിന്നുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരെയൊക്കെ മറച്ചു പിടിക്കുന്നതിന് വളരെ കൃത്യമായിട്ട് ശ്രമിച്ചിരുന്നു. അതെന്തിന് ശ്രമിച്ചു? ആ ആൾക്കാർ ഇപ്പോഴും എന്ത് ചെയ്തുകൊണ്ട് കേരളത്തിലും ഇന്ത്യയിലും ഉണ്ട്? ഇപ്പോഴും ഇവർക്ക് ഇന്ത്യയിലും കേരളത്തിലും എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു അന്വേഷണം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളുമാണ് ആണെന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. കേരളം നമ്മൾ വിചാരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലല്ല, വളരെ ഭീകരമായ അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത്. പല ഈ ഭീകര സംഘടനകളെയും കൃത്യമായ പ്രവർത്തനവും അതിന്റെ ഹബ്ബും ഇവിടെയാണ്.
അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസവും ഈ പറയുന്ന ഭീകരന്മാരുടെ ഫോട്ടോ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ വിദ്യാർത്ഥികളും യുവജനങ്ങളും ഒക്കെ വളരെ ധൈര്യപൂർവ്വം ഇറങ്ങിയത്. ഒരുപക്ഷെ ഇവർക്കെല്ലാം വളരെ കൃത്യമായ ട്രെയിനിങ് എവിടെ നിന്നോ അറിഞ്ഞോ അറിയാതെയോ കിട്ടുന്നുണ്ട്. അത്ര വലിപ്പത്തിലുണ്ട് കേരളത്തിലെ ഭീകരരുടെ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്നവരുടെ സാന്നിധ്യം. അത് ഒരുപക്ഷെ NIA മനസ്സിലായിട്ടുണ്ടെന്നുള്ളതാണ് ഇതുവരെയുള്ള കാര്യങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.